നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കും എതിരായിട്ടുള്ള കേസിലെ നിർണായക തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ നൽകിയ കേസുകൾ എന്തായാലും തട്ടിപ്പിനെതിരായിട്ടുള്ള ഈ ഒരു പരാതി നൽകിയപ്പോൾ ഉയർത്തിയ ആ ഒരു കൗണ്ടർ കേസായി മാത്രം പരിഗണിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണ സംഘം. ദിയ കൃഷ്ണയുടെ OBOC എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ 3 പെൺകുട്ടികൾ വലിയ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയയുടെ പരാതി. ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നൊക്കെ തുടങ്ങിയ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പരാതി ഈ ഒരു ആരോപണ വിധേയരായ പെൺകുട്ടികൾ നൽകിയത്. ഈ 2 പരാതികളും വിശദമായ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ തെളിവുകളിലേക്ക് ഈ ഒരു പോലീസ് എത്തുകയായിരുന്നു. മുൻ ജീവനക്കാരായ OBOC എന്ന സ്ഥാപനത്തിൽ നിന്നും പണം മാറ്റി എന്നുള്ള ഈ ഒരു പോലീസിന് വ്യക്തമായിട്ടുള്ള തെളിവ് ലഭിച്ചു എന്നാണ് ഈ ഒരു റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെയാണ് ഈ ഒരു ജീവനക്കാരുടെ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് പണം മാറ്റിയതിന്റെ ആ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഡിജിറ്റൽ തെളിവുകളും ഈ ഒരു ജീവനക്കാർക്ക് എതിരാണ്. ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നെല്ലാം പണം എത്തിയെന്നും അവർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു പണം ചെലവഴിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരികയാണ്. ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. പണം പോയ അക്കൗണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ATM വഴി പണം പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്നായിരുന്നു ഈ ഒരു ജീവനക്കാരുടെ അവകാശവാദം. എന്നാൽ ATM വഴി ഈ പറയുന്നത് പോലെയുള്ള വലിയ തുകകൾ പിൻവലിച്ചതായി കാണാനാകുന്നില്ല എന്നും ഈ ഒരു അന്വേഷണത്തിലേക്ക് ഉള്ള ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു. അതേസമയം ഈ തെളിവുകളെല്ലാം പുറത്തു വന്നതോടെ തങ്ങൾക്കെതിരായിട്ടുള്ള പരാതി പൊളിഞ്ഞതായിട്ട് കൃഷ്ണകുമാറും ദിയയും വ്യക്തമാക്കി. തങ്ങളുടെ പണം അവർ എടുത്തു എന്നുള്ളത് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. അത് സംബന്ധിച്ച തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവരുടെ ബാങ്ക് ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും കൂടെ പുറത്തു വരുന്നതോടെ കൂടുതൽ ചിത്രം വ്യക്തമാകുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പ്രാഥമികമായിട്ട് 69 ലക്ഷം രൂപയോളം തട്ടിയെടുത്തെന്നാണ് ഈ ഒരു കൃഷ്ണകുമാർ പറയുന്നത്. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം അവർ നടത്തുകയാണ് എന്നാണ് മാധ്യമങ്ങളോട് കൃഷ്ണകുമാർ പറഞ്ഞത്. സ്റ്റോക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നും കൂടുതൽ വലിയ തുകയ്ക്ക് വലിയ അളവിൽ സാധനം വാങ്ങിച്ചു കൊണ്ടിരുന്ന ഒരു പ്രീമിയം ഇടപാടുകാരുണ്ട്. ഇവരിൽ പലരെയും ഈ ഒരു ജീവനക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് ഓഫറുകൾ വാഗ്ദാനം ചെയ്തും അവർക്ക് സാധനം അയച്ചു കൊടുത്തും പണം തട്ടിയതായി കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അവരുടെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും അറിയേണ്ടതുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഇതിനിടയിൽ തന്നെയാണ് കൃഷ്ണകുമാർ പ്രതിയായി തട്ടിക്കൊണ്ടുപോകാൻ കേസിലെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാരികൾ ഈ ഒരു കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഈ ജീവനക്കാരികളാണ് ഇവിടെ നിന്നും വാഹനത്തിൽ കയറുന്നത്. എന്നാൽ പരാതിയിൽ പറയുന്നത് പോലെ തട്ടിക്കൊണ്ടു പോകലിൻ്റെതായ യാതൊരു തരത്തിലുള്ള ഒരു ബലപ്രയോഗങ്ങളും ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല.